വാർഡ് മെമ്പർ ശ്രീ സിദ്ദിഖുണ്ട്. ശ്രീ സിദ്ദിഖ് ഒന്ന് പറയൂ, അവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു അധികം വൈകില്ല എന്ന് കരുതാം അല്ലേ? ഇപ്പോ മറ്റു രക്ഷാപ്രവർത്തനം വളരെ വേഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ JCB സംഭവ സ്ഥലത്തേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് തീവ്രമായുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. വീടിന്റെ കോൺക്രീറ്റ് സ്ലാബ് മറ്റേ ഇടിഞ്ഞ് താന്നിരിക്കുകയാണ്. അതിപ്പോ മാറ്റിയാൽ മാത്രമാണ് നമുക്ക് ആളുകളെ, അതിനകത്ത് അകപ്പെട്ടിരിക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ സാധിക്കുന്ന സാഹചര്യമുള്ളൂ. അതിനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. JCB ഉപയോഗിച്ചല്ലേ വേഗത്തിൽ പറ്റുമെന്ന് കരുതും അല്ലേ? അതെ, JCB ഇപ്പോൾ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് സ്ഥലത്തേക്ക്. അപ്പൊ അത് ഉപയോഗിച്ച് ഇപ്പോൾ തന്നെ അവരെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. താങ്കളിപ്പോ വീടിനടുത്താണോ ഉള്ളേ അതോ? അതെ അടുത്തടുത്താ. വേറെ വീടുകൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ടോ? ഈ ആളുകൾ ഇല്ലാതിരുന്നെങ്കിൽ വീടുകൾ നശിച്ചു. ഇപ്പോ ഒരു 7-8ഓളം വീടുകൾ മണ്ണിനടിയിലാണ്. അതെ അല്ലേ? അതെ. പക്ഷെ അവിടെയൊക്കെ പിന്നെ ആളുകൾ നേരത്തെ മാറിപ്പോയതുകൊണ്ട് ആ ഒരു ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടി അവരെയൊക്കെ അടിമാലി ഗവൺമെന്റ് സ്കൂളിൽ തുറന്നിരിക്കുന്ന ക്യാമ്പിലേക്ക് മാറ്റിയിരുന്നു. അല്ല, നേരത്തെ നമ്മളോട് ഒരു ചേച്ചി പറഞ്ഞിരുന്നു ഈ ബിജുവിന്റെ അനിയനും ഭാര്യ അമ്മ അവരൊക്കെ എവിടെയാ സുരക്ഷിതരായി ഉണ്ടോ അവരൊക്കെ? അതോ അവരിവിടെ സുരക്ഷിതരായിട്ടുണ്ട്. ഇപ്പൊ ഈ അകപ്പെട്ടു പോയ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ തറവാട് വീടുള്ളത്. അപ്പോ അങ്ങോട്ട് അവര് സുരക്ഷിതരാണ്. കുഴപ്പമില്ല അല്ലെ? കുഴപ്പമില്ല. ഓക്കെ ശരി. അതെ ശരി, ഞങ്ങൾ വീണ്ടും അങ്ങയിലേക്ക് വരാം. എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കട്ടെ, അതിനൊരു തടസ്സം ഉണ്ടാകണ്ട.